ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇവിടെ ഒരു 1.5 കിലോ ബീഫാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. വൃത്തിയായി കഴുകിയിട്ട് ഒരു സവാള എടുത്ത് സ്ലൈസ് ചെയ്യുക. പിന്നെ ഇഞ്ചിയും പച്ചമുളകും അത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതൊക്കെ നേരെ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം കുറച്ച് കരിവേപ്പിലയും പിന്നെ അതിന് മുകളിൽ ആവശ്യത്തിന് ഉപ്പും ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മുകളിൽ തൂക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 8-9 വിസിൽ വരുന്നവരെ വേവിക്കുക. അതിനുശേഷം ഒരു പിടി ചുവന്നുള്ളി, 8-10 വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യണത്. അപ്പോൾ അടുപ്പത്തേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തൊഴിച്ചിട്ട് നമ്മൾ ആ മിക്സിയിലുള്ള ഇതുണ്ടല്ലോ മിക്സ്, അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് ഒരു പരിവായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1.5 സവാളയും ഒരു ചെറിയ കഷ്ണം സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇടുന്ന ടൈമായി. മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി എടുക്കുക. അതിലേക്ക് ഒരു 2 ചെറിയ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എരിവില്ല. ചില കാശ്മീരി ചില്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിനേക്കാളും എരിവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് ആഡ് ചെയ്യുക. അതുപോലെ കാശ്മീരി ചില്ലി നോക്കിയിട്ട് ആഡ്. ഇപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ടിട്ട് നമുക്കതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, 1.5 കിലോ ബീഫ്, അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. ഒപ്പം ആ വേവിച്ച വെള്ളവും കൂടി തട്ടിക്കൊടുക്കുക. ആ സ്റ്റോക്കിൻ്റെ ഒരു ടേസ്റ്റും ഇതിലിറങ്ങും അപ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് അടച്ചു വെച്ചിരിക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക, ഒരു ചെറിയ തീയിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നിട്ട് അതിന് മുകളിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മളുടെ സിമ്പിളൊരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ.